Hello, dear learners. Welcome to the session on your Discipline Core course B21 Easy 01 DC Microeconomics 1. And about me, I am Munir K, Assistant Professor of Economics, Sri Narayana Guru Open University, Kollam. And in today's session, we will discuss Unit 3 of your Block 1 Microeconomics 1. And the title of our unit is Scarcity and Choice. എക്കണോമിക്സിലെ ഏറ്റവും അധികം ദൈനംദിന പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മൾ യൂണിറ്റ് 3-ൽ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. വിഭവങ്ങളുടെ അഭാവവും നമ്മൾ അതിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ യൂണിറ്റിൽ നോക്കാനായിട്ടുള്ളത്. ആൻഡ് ഇൻ ദിസ് യൂണിറ്റ് you will come across the topics like scarcity and choice, opportunity cost, production possibility curve, its graph and its analysis. So we will begin with the first topic, that's about scarcity and choice. Abhavam, choice. നമ്മുടെ ചോയ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ ഈ യൂണിറ്റിൻ്റെ ആദ്യ സെഷൻസ് നമ്മൾ നോക്കിയപ്പോൾ എക്കണോമിയിലെ റിസോഴ്സിൻ്റെ അഭാവത്തെക്കുറിച്ചിട്ട് നമ്മൾ വളരെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കുക, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ളത് മുഴുവൻ ഈ ഭൂമിയിലുണ്ടോ? ഇല്ല. റിസോഴ്സ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്കേഴ്സ് അല്ലേ. എല്ലാ വിഭവങ്ങളും വളരെ സ്കേഴ്സ് ആണ് ഭൂമിയിൽ. ഇപ്പോൾ വെള്ളം, വായു, ഭൂമി, അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം, എന്ത് റിസോഴ്സും ആയിക്കോട്ടെ, എന്ത് വിഭവങ്ങളും ആയിക്കോട്ടെ, അതെല്ലാം മനുഷ്യൻ്റെ മിതമായ ആവശ്യം നിറവേറ്റുന്നതിന് മാത്രമേ ഈ ഭൂമിയിൽ ഉള്ളൂ. ബിക്കോസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് അല്ലേ. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാവുന്നില്ല. ഓരോ ആവശ്യം നമ്മൾ നിറവേറ്റുമ്പോഴും വീണ്ടും 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 ആവശ്യങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് അല്ലേ. മനുഷ്യൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. അതിന് ഒരു ലിമിറ്റില്ല. എന്ത് കിട്ടിയാലും നമുക്ക് അതിൻ്റെ അപ്പുറം വേണം അല്ലേ. ഒരു വീടുള്ളവൻ വീണ്ടും ഒരു വീടിന് ആഗ്രഹിക്കുന്നു അല്ലേ. ഒരു ബിസിനസ് ഉള്ളവൻ വീണ്ടും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഒരു വാണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. ബട്ട് ദ മീൻസ് ടു സാറ്റിസ്ഫൈ ദം ആർ സ്കേഴ്സ്. പക്ഷേ മനുഷ്യൻ്റെ ഈ ആവശ്യകതയെ നിറവേറ്റാനുള്ള വിഭവങ്ങളോ ഇറ്റ് ഈസ് സ്കേഴ്സ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അഭാവം നേരിടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഉൽപാദന രംഗത്ത് ഇപ്പോൾ കൽക്കരി. ഇപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലിമിറ്റഡ് അല്ലേ. ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും കൽക്കരിയൊക്കെ ഉണ്ടാവാൻ. ഭൂമിയുടെ അണ്ടർഗ്രൗണ്ടിൽ കൽക്കരിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യർക്ക്. പക്ഷേ മനുഷ്യർ ഇതിനെ എന്ത് ചെയ്യുകയാണ്? എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം നടത്തുകയാണ്. വ്യത്യസ്തമായ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി, ഇൻഡസ്ട്രീസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിർമ്മാണ പ്രക്രിയകൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൽക്കരിയും മണ്ണും ഒക്കെ മനുഷ്യൻ അൺലിമിറ്റഡ് ആയിട്ട് ഖനനം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സോ റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാനുള്ളത് മാത്രമേ ഭൂമിയിലുള്ളൂ. നമ്മളതിനെ അന്യായമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം, ശുദ്ധമായ കുടിവെള്ളം, ഇറ്റ് ഈസ് എ സ്കേഴ്സ് റിസോഴ്സ്. വളരെ അഭാവമാണ് അല്ലേ. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളം കിട്ടാത്ത, ശുദ്ധജലം കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുള്ള ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ ലാൻഡ്, ഭൂമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിമിറ്റഡ് റിസോഴ്സ്. മനുഷ്യന് തോന്നിയ മാതിരി കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും ഫ്ലാറ്റ് പണിയാനും ബിൽഡിങ് പണിയാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ടല്ല ശരിക്കും നമ്മൾ നമ്മുടെ ഭൂമിയെ എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. മനുഷ്യൻ കാടുകൾ നശിപ്പിക്കുന്നു അല്ലെ, പ്രകൃതിയെ നശിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സിനെ, ലാൻഡിനെയും വാട്ടറിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, exploitation ചെയ്യുന്നു. Okay, so that's why the fundamental economic problem is thus the problem of making choices due to the scarcity of resources. ജലം
അമൂല്യമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ മിനിമം റിസോഴ്സ് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു ചോയ്സ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എങ്ങനെ ചോയ്സ് കൊണ്ടുവരിക? ഇപ്പോൾ വെള്ളം കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കണം, അലക്കാൻ ഉപയോഗിക്കണം, ഫാക്ടറി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കണം, ഇറിഗേഷൻ ജലസേചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്കിതിന് പ്രയോറിറ്റി കൊടുക്കണം. ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജലം, ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ജലം നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി അത് കുടിക്കാനായിരിക്കും അല്ലേ. നമ്മുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ശുദ്ധജലം ആവശ്യമാണ്. സോ ഫസ്റ്റ് ചോയ്സ് ഈസ് ഫോർ ഡ്രിങ്കിങ്. ദെൻ അടുത്ത പ്രയോറിറ്റികൾ നമ്മൾ അതനുസരിച്ച് കൊടുക്കുക. അലക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിൽ, ഓക്കെ. ദെൻ ഇൻഡസ്ട്രിയൽ പർപ്പസ്, അഗ്രികൾച്ചറൽ പർപ്പസ്. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ചോയ്സ് മാറ്റി കൊണ്ടുവരണം. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കരി കൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ. പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കാം, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. പക്ഷേ കൽക്കരി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കൽക്കരിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്ത് കൽക്കരി അവിടെ പരമാവധി ഉപയോഗിക്കാം. ദെൻ അടുത്ത ഇൻഡസ്ട്രിയൽ സെക്ടർ, അങ്ങനെ ചോയ്സ് അവിടെ കൊണ്ടുവരിക. അപ്പോൾ സ്കേഴ്സ് ആയിട്ടുള്ള ഈ റിസോഴ്സിൻ്റെ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമ്മൾ വ്യത്യസ്തമാർന്ന ചോയ്സ് നൽകി അതിനെ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ. സോ ആസ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, വി ഫേസ് ദി പ്രോബ്ലം ഓഫ് ചോയ്സ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ദ എക്കോണമി ഹാസ് ടു ഡിസൈഡ് ഓൺ ദി ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു ഗിവ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു ദി എൻറ്റയർ സൊസൈറ്റി. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥിതി അവിടെ ലഭ്യമായിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ള വിഭവങ്ങളെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്കായി അതിൽ ഒരു ചോയ്സ് നമ്മൾ കൊണ്ടുവരിക, പ്രയോറിറ്റി നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് സമൂഹത്തിലെ മൊത്തം ജനങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ നിറവേറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക. അതാണ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. The next concept is about opportunity cost. സോ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പരിശോധിക്കാം. സോ ഇറ്റ് ഈസ് ദ ബെനഫിറ്റ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ലൂസിങ് ബൈ ചൂസിങ് വൺ ഓപ്ഷൻ ഓവർ ദി അനദർ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഓർ ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു കാര്യം വേണ്ട എന്ന് വെക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരേ സമയത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സ്കൂൾ വെക്കേഷൻ ആവുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ 2 മാസത്തേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ വെക്കേഷൻ വരും അല്ലേ. അപ്പോൾ ഈ വെക്കേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എൻജോയ് ചെയ്യാനുള്ള, വിശ്രമിക്കാനുള്ള ഒരു വേളയാണ് സമ്മർ വെക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ സ്കൂൾ അടക്കുന്നതിൻ്റെ അന്നത്തെ ദിവസമാണ് സ്കൂളിൽ നിന്ന് അനൗൺസ് ചെയ്യുന്നത്, സമ്മർ വെക്കേഷന് 2 മാസവും സ്കൂളിൽ എന്തുണ്ടാവും? കരാട്ടെ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഡെസിഷൻ എടുക്കാം. ഒന്നുകിൽ കരാട്ടെ ക്ലാസ്സിന് സ്കൂളിൽ പോവാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് 2 മാസം സമ്മർ വെക്കേഷൻ എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടിക്ക് ഈ കരാട്ടെ ക്ലാസ്സസ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ് അതിൽ കരാട്ടെ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടി കരാട്ടെ ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ അവൻ ഒഴിവാക്കേണ്ടി വരുന്നത് എന്താണ്? വീട്ടിലിരുന്ന് 2 മാസം വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് അത് അവന് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ കരാട്ടെ ക്ലാസ്സിൽ പോയാൽ വീട്ടിലിരുന്ന് വിശ്രമിച്ച് എൻജോയ് ചെയ്യാനുള്ള ആ ഒരു അവസരം അവന് നഷ്ടപ്പെടും. ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നാളെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കാൻ പോവുകയാണ്. നാളെ മൈക്രോ എക്കണോമിക്സിൻ്റെ പരീക്ഷയാണ്. ഇന്ന് നിങ്ങളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ്, നല്ലൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു പടം തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്, അത് കാണാൻ പോയാലോ എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരുടെ കൂടെ പടം കാണാൻ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് 3 മണിക്കൂർ പോകും, തിയേറ്ററിൽ സിനിമ കാണാനുള്ള പൈസ കൊടുക്കണം. ഇനി അത് പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചാലോ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാളത്തെ പരീക്ഷയുണ്ട്, ഇന്ന് സിനിമയ്ക്ക് പോവാതെ ഇരുന്ന് പഠിച്ചാൽ നാളെ പരീക്ഷ നന്നായിട്ട് എഴുതാം. അവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഒന്ന് വേണ്ട എന്ന് വെക്കുമ്പോൾ, ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചു, അപ്പോൾ അവന് നഷ്ടപ്പെട്ടത് എന്താ? 3 മണിക്കൂർ കൂട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, സിനിമയ്ക്ക് കാശ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് നഷ്ടമായി. ബട്ട് അവന് നാളെ എന്ത് ചെയ്യാം? നല്ല രീതിക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും.
അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഫോർഗോൺ ഓൾട്ടർനേറ്റീവ്. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി വേറൊരു കാര്യം നമ്മൾ ഒഴിവാക്കി. അപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, അല്ലെ കരോട്ടെ ക്ലാസ്സിൽ പോകാൻ വേണ്ടി നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദ ബെനിഫിറ്റ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ലൂസിങ് ബൈ ചൂസിങ് വൺ ഓപ്ഷൻ ഓവർ ദി അനദർ ഈസ് കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഫോർഗോൺ ഓൾട്ടർനേറ്റീവ്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ സഹായത്തോടെ നമ്മൾ എക്കണോമിക്സിലെ ഒരു കൺസെപ്റ്റാണ് നമ്മളിനി പഠിക്കുക, ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. So the production possibility curve in economics is explained by using the concept of opportunity cost. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറെ കുറച്ച് കാര്യം വേണ്ട എന്ന് വെക്കുന്നു. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്കണോമിക്സിൽ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെടുന്ന കോൺസെപ്റ്റ്. സോ ലെറ്റ്സ് സീ ദ സിമ്പിൾ ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് മെന്റ് ബൈ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. So it is a set of collection of all the possible combinations of goods and services produced with the available resources and a given level of technology. നമ്മുടെ മുന്നിൽ തന്നിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷൻ, ഒരു ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ, പ്രൊഡക്ഷൻ കോമ്പിനേഷനെ കാണിക്കുന്ന ഒരു കർവാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ രാജ്യത്ത് 2 സാധനങ്ങൾ പ്രധാനമായിട്ടും ഉൽപ്പാദിപ്പിക്കണം എന്ന് വിചാരിക്കാം. 2 കാര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒന്ന് ഗുഡ് എക്സും പിന്നൊന്ന് ഗുഡ് വൈയും. അപ്പോൾ ഫോർ ദി സേക്ക് ഓഫ് അനാലിസിസ് നമുക്ക് ഈ ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഡിഫെൻസ് ഗുഡ്, നമ്മുടെ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രം ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, മറ്റ് രാഷ്ട്രങ്ങളുടെ ആക്രമണത്തിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറേ ഡിഫെൻസ് ഗുഡ്സ് ഉണ്ടാക്കും, അല്ലേ? തോക്ക്, പീരങ്കികൾ, മിസൈലുകൾ ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ഗുഡ് വൈയെ നമുക്കിവിടെ നമ്മുടെ കൺസംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, ജീവിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം എടുക്കാം, ബ്രെഡ് എടുക്കാം. ഓക്കെ, ബ്രെഡ്. അപ്പോൾ ഇവിടെ 2 ഉൽപ്പാദനത്തെ കുറിച്ചിട്ടാണ്, 2 വസ്തുക്കളുടെ ഉൽപ്പാദനത്തെ കുറിച്ചിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിക്കാം. ഒന്ന് നമ്മൾ ഗണ്ണിൻ്റെ ഉൽപ്പാദനം, 2 നമ്മൾ ബട്ടർ. ഇപ്പോൾ ഡിഫെൻസ് ഗുഡ് ആണല്ലോ ഗൺ എന്ന് പറയുന്ന തോക്ക്. നമ്മുടെ കൺസ്യൂമർ ഗുഡാണ്, നമ്മുടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഒരു വസ്തുവാണ് ബൺ, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് എടുക്കാം, ബ്രെഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ റിസോഴ്സും, ഇപ്പോൾ നമ്മുടെ എക്കോണമിയിലുള്ള മൊത്തം റിസോഴ്സും നമ്മൾ ബ്രെഡിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഗണ്ണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരു 1000 രൂപയുണ്ട്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, 1000 രൂപയുണ്ട്. അപ്പോൾ ഈ 1000 രൂപയും ബ്രെഡിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു എങ്കിൽ നമുക്ക് അവിടെ തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ തോക്കിൻ്റെ ഉൽപ്പാദനം എത്രയാവും? 0. ബണ്ണിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉൽപ്പാദനം മാക്സിമം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 30 ബ്രെഡ് അല്ലെങ്കിൽ 30 പാക്കറ്റ് ബ്രെഡ് നമ്മൾ കയ്യിലുള്ള മൊത്തം റിസോഴ്സ് വെച്ചിട്ട് 30 പാക്കറ്റ് ബ്രെഡ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ, ഗൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗണ്ണിൻ്റെ ഉൽപ്പാദനം 0. മൊത്തം വിഭവങ്ങളും ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചപ്പോൾ നമ്മൾ എത്ര പാക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കി? 30 പാക്കറ്റ് ബ്രെഡ് ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് തോക്ക് ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ, ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു, ഒരു തോക്ക് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ മൊത്തം വിഭവത്തിൽ നിന്നും നമ്മൾ നേരത്തെ മുഴുവൻ എമൗണ്ടും നമ്മൾ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് ഗൺ അല്ലെങ്കിൽ ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഒരു തോക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യണം? കുറക്കണം. എന്നാലേ അതിൽ നിന്ന് കിട്ടുന്നത് എടുത്തിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ? തോക്ക് നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു തോക്ക് നമ്മൾ ഉണ്ടാക്കിയാൽ ബ്രെഡിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യും? നേരത്തെ 30 ആയിരുന്നു. അപ്പോൾ ഇവിടെ തോക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ബ്രെഡിൻ്റെ ഉൽപ്പാദനം 30ൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടി വരും. നമുക്കതൊരു 28 എന്ന് വിചാരിക്കും. ഇനി അതുപോലെ 2 തോക്ക് ഉണ്ടാക്കണം. 2 തോക്ക് ഉണ്ടാക്കുമ്പോഴോ
ബ്രെഡിൻ്റെ ഉൽപ്പാദനം വീണ്ടും കുറയ്ക്കേണ്ടി വരും, 24 പാക്കറ്റാക്കി കുറയ്ക്കേണ്ടി വരും. ഇനി 3 തോക്ക് ഉണ്ടാക്കണമെങ്കിലോ വീണ്ടും ബ്രെഡിൻ്റെ ഉൽപ്പാദനം കുറച്ച് ഒരു 18 പാക്കറ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി വീണ്ടും തോക്കിൻ്റെ ഉൽപ്പാദനം കൂട്ടണം, 4 തോക്ക് ഉണ്ടാക്കിയാൽ ബ്രെഡിൻ്റെ ഉൽപ്പാദനം 18 നിന്ന് വീണ്ടും കുറച്ച് 10 ആക്കേണ്ടി വരും. ഇനി മൊത്തം പണവും നമ്മൾ തോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ 5 തോക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കാൻ പൈസ ഉണ്ടാവുമോ? ഇല്ല. സോ ബ്രെഡിൻ്റെ ഉൽപ്പാദനം എന്താവും? 0 ആവും. അതാണ് ഈ തന്നിട്ടുള്ള ടേബിളിൽ കാണുന്നത്. ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ഓൾട്ടർനേറ്റീവ്സ് A, B, C, D, E, F. Production of good X 0, 1, 2, 3, 4, 5. Production of good Y in units 30, 28, 24, 18, 10, 0. And in the right side of the column you can see the marginal opportunity cost. അല്ലേ, 30 ബ്രെഡ് ഉണ്ടാക്കിയത് 30 പാക്കറ്റ് ബ്രെഡിൽ നിന്നും 28 പാക്കറ്റ് ബ്രെഡായിട്ട് കുറഞ്ഞപ്പോൾ അവിടുത്തെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വേണ്ട എന്ന് വെച്ചത് ബ്രെഡിൻ്റെ ഉൽപ്പാദനം എത്ര പാക്കറ്റ് ബ്രെഡ് നമ്മൾ കുറവ് വരുത്തി? 2 യൂണിറ്റ്, 2 പാക്കറ്റ് ബ്രെഡ് നമ്മൾ കുറച്ചുണ്ടാക്കിയുള്ളൂ. ഇനി 28 പാക്കറ്റ് ബ്രെഡിൽ നിന്ന് 24 പാക്കറ്റ് ബ്രെഡായിട്ട് ചുരുക്കിയപ്പോഴോ 4 പാക്കറ്റ് ബ്രെഡ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. 24 നിന്ന് 18 പാക്കറ്റ് ആയപ്പോൾ 6 പാക്കറ്റ് ബ്രെഡ് നമ്മൾ വേണ്ടാന്ന് വെച്ചു. 18 ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്നും 10 ബ്രെഡിൻ്റെ പാക്കറ്റായിട്ട് കുറച്ചപ്പോൾ 8 പാക്കറ്റ് ബ്രെഡിൻ്റെ ഉൽപ്പാദനം നമ്മൾ കുറവ് വരുത്തി, അല്ലേ? സോ അതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ ഉൽപ്പാദനം നമ്മൾ കുറവ് വരുത്തി, ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഈ ഒരു സെറ്റ് നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു ടേബിളിനെ നമുക്കൊരു ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടും. ആ ഗ്രാഫിലേക്ക് നോക്കാം. എക്സ് ആക്സിസിൽ ഗുഡ് എക്സ്, വൈ ആക്സിസിൽ ഗുഡ് വൈ. അപ്പോൾ വൈ ആക്സിസിൽ നോക്കി നമ്മൾ 30 യൂണിറ്റ് ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ 0 ആണ് ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗണ്ണിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഇനി ഗണ്ണിൻ്റെ ഉൽപ്പാദനം 1 ആയപ്പോഴോ നമ്മുടെ ബ്രെഡിൻ്റെ ഉൽപ്പാദനം 28 കുറഞ്ഞു. ഗണ്ണിൻ്റെ ഉൽപ്പാദനം ഗുഡ് എക്സിൻ്റെ ഉൽപ്പാദനം 3 ആയപ്പോൾ ബ്രെഡിൻ്റെ ഉൽപ്പാദനം 24 കുറഞ്ഞു. ദെൻ ആ പോയിന്റുകളെ നമ്മൾ A, B, C, D, E, F എന്ന് രേഖപ്പെടുത്തിയിട്ട് ആ പോയിന്റുകളെല്ലാം കൂടി നമ്മൾ സംയോജിപ്പിച്ചാൽ വി വിൽ ഗെറ്റ് എ കർവ്. ആ കർവിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. ഇപ്പോൾ ഒരു കർവിൻ്റെ ആകൃതി നമുക്ക് കിട്ടും. ദാറ്റ്സ് കർവ് ഈസ് നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. So production possibility curve or production possibility frontier is the graphical representation of a production possibility set. So unit of good X are measured along the X-axis and good Y are measured along the Y-axis, and then we should mark the points A, B, C, D, E and F. The curve AF will be the production possibility curve. It is also known as ട്രാൻസ്ഫോർമേഷൻ കർവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ മനസ്സിലാക്കിയത്, അല്ലേ? തോക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ എന്ത് വരുത്തി? കുറവ് വരുത്തി. ബ്രെഡ് വേണ്ട, കുറച്ച് പാക്കറ്റ് ബ്രെഡിൻ്റെ ഉൽപ്പാദനം വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിച്ചു? തോക്ക് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആ ടേബിൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു. ആ കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. And this is all about the 3 units in your first block of microeconomics. And that's all about today's session. And with this, we have completed all the 3 units in your block 1. And thank you, dear learners, for listening to our content. Thank you. All the best.